Number one, it wasn't a foul. And you want to see a game with your best players. You don't want to say, how would you feel if I took, we take Messi out? No, he ran into somebody. Or we took Ronaldo. Ronaldo, he bumped into somebody. We're going to take you out of a game. He's great. Well, Harry Kane, we're going to take you out of the game, Harry, because you happen to hit somebody a little bit harder than you can't do that. If you would have taken him out, I think it would have really stained this incredible champion. We got to have our best players, and Belgium's got a great team. പറഞ്ഞ കേട്ടങ്ങൾ ഇതാണ് ഇന്നലെ വൈറ്റ് ഹൗസിൽ ഫുട്ബോൾ വിഷയത്തിൽ, അതായത് നമ്മുടെ ബലോഗൻ റെഡ് കാർഡ് വിഷയത്തിൽ ട്രംപ് നടത്തിയിട്ടുള്ള ന്യായീകരണം. നിങ്ങൾ മെസ്സിക്ക് റെഡ് കാർഡ് കൊടുക്കുമോ? മെസ്സി, ക്രിസ്ത്യാനോ, ഹാരി കെയ്ൻ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ബെസ്റ്റ് പ്ലേയേഴ്സ് അല്ലേ? അവരെ നമ്മൾ റെഡ് കാർഡൊക്കെ കൊടുത്ത് ഒഴിവാക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെയാണ് ബലോഗൻ. അതൊരു ഫൗളല്ല. യു ഓൾവേസ് വാണ്ട് ടു സീ ഗെയിം വിത്ത് ബെസ്റ്റ് പ്ലേയേഴ്സ്. ഹൗ ഡു യു ഫീൽ ഇഫ് ടുക്ക് മെസ്സി, റൊണാൾഡോ, ഹാരി കെയ്ൻ ഇവർക്കൊക്കെ റെഡ് കാർഡ് കൊടുക്കുകയാണെങ്കിൽ എന്ത് തോന്നും? റെഡ് കാർഡിനെ ഫൗൾ ചെയ്താൽ റെഡ് കാർഡ് കൊടുക്കും. അങ്ങനെയല്ലേ കളി ഇതുവരെ? എന്നിട്ട് ഞാൻ ഇൻഫാന്റിനെ വിളിച്ചു എന്ന ഇയാൾ തന്നെ സമ്മതിച്ചതാണ്. എന്നാലും നമ്മുടെ കമ്പനിയിൽ കുറേ ആൾക്കാർ താൻ കേട്ടിരുന്ന വിളിച്ചെന്ന് ചോദിച്ചു വരുന്നുണ്ട്. അത് അസുഖം വേറെയാണ്. അതിനെപ്പറ്റി നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഏതായാലും ഇൻഫാന്റിനൊക്കെ പിന്നെ സമ്മതിക്കേണ്ടി വന്നു, എന്നെ വിളിച്ചിരുന്നു. അത് പക്ഷേ മറ്റ് പല രാജ്യത്തിൻ്റെ നേതാക്കളൊക്കെ വിളിക്കുന്ന പോലെ വിളിച്ചാണ്. അല്ലാതെ ഈ തീരുമാനത്തിൽ ഈ വിളി അത് മറ്റേ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കണക്കിന് കൊടുത്തിട്ടുണ്ട് ബെൽജിയം. അതാണ് നമ്മൾ ആദ്യം ഈ ലുക്കാക്കോവിൻ്റെ ഗോളിന് ശേഷമുള്ള ഡാൻസ് അല്ലേ, ആ ട്രംപ് ഡാൻസ് വെച്ച് മോക്ക് ചെയ്തങ്ങ് വിട്ടിട്ടുണ്ട്. ലുക്കാക്കുവും കൂടെ നിന്ന ബെൽജിയൻ താരങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് തന്നെ കൊടുത്താണത്. ഇനിയിപ്പോൾ ഇയാൾ ഈ മറ്റേ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയോടും മെസ്സിയോടും ഹാരി കെയ്നോടൊക്കെ ഉപമിച്ച മഹാനായ കളിക്കാരൻ ഫ്ലോറിൻ ബലോഗൻ്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ്. റെഡ് കാർഡ് കിട്ടിയിട്ട് തൊട്ടടുത്ത മത്സരത്തിൽ വേൾഡ് കപ്പിൽ കളിച്ച ചരിത്രത്തിലെ ഏകതാരമാണ് ബലോഗൻ. അങ്ങനെ ഒരു ഫ്രീ കിക്ക് നേടിക്കൊടുത്തു. അതിലൂടെയാണ് ടിൽമാൻ്റെ ഗോൾ വന്നത്. ശരിയാണ്, അത് ബലോഗൻ നേടിക്കൊടുത്ത ഫ്രീ കിക്കാണ്. ഒരു സ്ലൈറ്റ് കോണ്ടാക്ട് കിട്ടിയപ്പോഴേക്കും വീണു, പെനാൽറ്റി കൊടുക്കുകയും ഫ്രീ കിക്ക് കൊടുക്കുകയും ചെയ്തു. അതല്ലാതെ പ്രത്യേകിച്ച് അയാളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ തിബോട്ട് കോർട്ടുമായിട്ട് വന്നിട്ടുള്ള 1-1 സിറ്റുവേഷനിൽ അതൊന്നും ചെയ്യാണ്ടായിരുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത്രയേ ഉള്ളൂ അയാളല്ല. അത് ഈ പറയുന്ന പോലെ മഹാസംഭവമൊന്നുമല്ല. മെസ്സിയും ക്രിസ്ത്യാനോ, ഹാരി കെയ്നും ഒക്കെയുള്ള ഗണത്തിൽപ്പെടുത്തേണ്ട ആളാണ് ഫ്ലോറിൻ ബലോഗൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മൊണോക്കോക്ക് വേണ്ടി കളിക്കുന്ന ആ ബലോഗൻ തന്നെയല്ലേ ഈ ബലോഗൻ. പിന്നെ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ തിബോട്ട് കോർട്ട് പറയുന്നു, ബലോഗൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. പക്ഷേ ഈ കാര്യങ്ങൾ, ഈ റെഡ് കാർഡും മറ്റ് ഇഷ്യൂസൊക്കെ അത് നോക്കേണ്ടത് RBFA ആണ്, അതായത് റോയൽ ബെൽജിയം ഫുട്ബോൾ അസോസിയേഷൻ. അത് നോക്കിക്കോളും, ഞങ്ങൾ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. മൗറിസിയോ പൊച്ചറ്റിനോ കളി തോറ്റതിന് ശേഷം ചോദ്യം വന്നു, ബലോഗൻ സാഗ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ആ തീരുമാനം ഫിഫ എടുത്ത തീരുമാനമല്ലേ, ഫിഫ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് എന്ത് പറഞ്ഞു എന്നുള്ളതിൽ എനിക്ക് കമൻ്റ് ഒന്നും പറയാനില്ല. റൂള് അത് അനുവദിക്കുമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അദ്ദേഹത്തെ അതുകൊണ്ട് കളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് പൊച്ചറ്റിനോ ചെയ്തത്. പൊച്ചറ്റിനോയുടെ സ്റ്റാൻഡ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നേരത്തെ യൂറോപ്പിലൊക്കെ കളിക്കുമ്പോൾ റെഡ് കാർഡ് വിഷയത്തിലൊക്കെ അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ സർക്കുലേറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ റൂഡി ഗാർഷ്യ പറഞ്ഞു, ഫ്ലോറിൻ ബലോഗൻ എൻ്റെ അടുത്ത് വന്നു, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അവൻ പാവം, അവനല്ലല്ലോ ഇതിനൊന്നും കാരണക്കാരൻ, അതൊക്കെ വേറെ രൂപത്തിൽ നടന്നതല്ലേ. സോ കളിക്കാരനോട് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് റൂഡി ഗാർഷ്യ വളരെ മാന്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും ഈ USA ഒക്കെ ബെൽജിയം വായിക്കേണ്ടതുണ്ടോ? മാർച്ചിൽ 5 ഗോൾ അടിച്ച് കയറ്റി വിട്ടതാണ്, ഇപ്പോൾ 4 ഗോളും കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.